ഹായ് എവരിവൺ. നമ്മളുടെ ആപ്ലിക്കേഷൻ, അതായത് ഗ്ലോബൽ ഗണ്ണർ യൂണിവേഴ്സൽ ആപ്പ് നിങ്ങൾക്കറിയാം. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് നമ്മളുടെ യൂട്ടിലിറ്റീസ് ബില്ലുകളൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് സെഗ്മെൻറ്റ് അതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല മാസം യൂസ് ചെയ്യുന്ന ഫോൺ റീചാർജ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അല്ലെങ്കിൽ എന്താ പറയുക സ്കൂൾ ഫീസുകൾ, മറ്റു രീതിയിലുള്ള അതായത് എല്ലാ തരത്തിലുള്ള യൂട്ടിലിറ്റീസ് ബില്ലുകളും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. സാധാരണ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടിട്ടുണ്ടാകും. ഇവിടുത്തെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഇവിടേക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാഷ്, നമ്മൾ ചിലവാക്കുന്ന ക്യാഷ്, ഇതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ വരും എന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്, ഫ്രീ ആണ്, യൂസ് ചെയ്യാൻ ഫ്രീ ആണ്, നമുക്ക് സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഒരു റെഫറൽ സിസ്റ്റം കൂടിയാണ് ഇത് നമ്മൾക്ക് കയ്യിലേക്ക് കിട്ടുന്നുള്ളൂ. റെഫറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു വ്യക്തി ആണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രവർത്തനം കണ്ട ശേഷം നിങ്ങൾക്ക് എന്നിൽ നിന്നും ലിങ്ക് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ റെഫറൻസ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക സർവീസുകൾ, പർച്ചേസിങ് ഒക്കെ ഒരുപാടുണ്ട്, അറിയാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഒരുപാട് ഐക്കൺസ്, ഒരുപാട് എന്താ പറയുക ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ വരുന്ന 5 ഐക്കൺസിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു എംബ്ലം, ആപ്ലിക്കേഷൻ്റെ എംബ്ലം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഗ്ലോബൽ ഗണ്ണർ യൂണിവേഴ്സൽ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് പോകാം. നേരെ നമ്മുടെ ആപ്പ് കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൈസ് ഓപ്പണായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം പേജിലേക്ക് നേരെ കടന്നു. ഹോം പേജ് വന്നു. ഹോം പേജിൽ നോക്കിയാൽ കാണാം ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എല്ലാ ഓപ്ഷൻസ് പറയുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ഏതാണ് നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നത് അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഇലക്ട്രിസിറ്റി ബില്ലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അതിന് പറയുന്നതാണ് യൂട്ടിലിറ്റീസ് ബില്ലുകൾ, ബിൽ പേ ആൻഡ് റീചാർജ് എന്ന് പറയും. നമുക്ക് ഇവിടെ ഐക്കൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഐക്കൺസിൽ സെക്കൻഡ് ലെവലിൽ കാണുന്നത് അങ്ങനത്തെ റൈറ്റ് സൈഡിലായിട്ട് ബിൽ പേ ആൻഡ് റീചാർജ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ വേറെ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഹോം കാണുന്നുണ്ട്, ഓൾ സർവീസ്, സ്കാൻ QR, നോട്ടിഫിക്കേഷൻ, അക്കൗണ്ട്. അതിനകത്ത് ഓൾ സർവീസ് ക്ലിക്ക് ചെയ്താൽ എങ്ങനെ വരും, ഇതുപോലെ ഓപ്ഷൻസ് കയറി വരും. ദെൻ നെറ്റ് ഫസ്റ്റ് കാണിച്ചാൽ ഒന്നൊരു കാണിക്കുക, അവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ബിൽ പേ ആൻഡ് റീചാർജ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സെയിം ഓപ്ഷൻസ് തന്നെ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ, ക്രെഡിറ്റ് കാർഡ്, ദെൻ മൊബൈൽ പ്രീപെയ്ഡ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, വാട്ടർ ബില്ല്, ഫാസ്റ്റ് ടാഗ്, DTH, ലാൻഡ് പോസ്റ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി, മൊബൈൽ പോസ്റ്റ് പെയ്ഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ സർവീസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അടക്കാനാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ തന്നെ പോകണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പേര് വന്നു. തൊട്ട് സെലക്ട് പ്രൊവൈഡർ. ഓക്കെ, സെലക്ട് പ്രൊവൈഡർ എന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സെലക്ട് പ്രൊവൈഡറിൻ്റെ ആ കോളേജിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ എന്തോ സെർച്ച് വന്നു. ഇത് നമ്മുടെ തൊട്ട് ഈ മൊത്തം ചെയ്യുന്ന ഇന്ത്യയിൽ മൊത്തം ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീർ ടു കന്യാകുമാരി വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കുള്ള എന്താ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഇവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ നോക്കണേക്കാട്ടി നല്ലത് നമുക്ക് എന്ത് സെർച്ചിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ താഴെ നമ്മുടെ കീപാഡ് വന്നു. അവിടെ KERALA അടിച്ചെടുക്കുമ്പോഴേക്കും, കേരള അടിച്ചെടുക്കുമ്പോഴേക്കും ഉണ്ടോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഉണ്ടോ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പേരിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അവിടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന നമ്മുടെ KSCB കഴിഞ്ഞു. പിന്നെ വേണ്ടത് നമുക്ക് നമ്മളുടെ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ നമ്പർ ഉണ്ടാവില്ലേക്ക്. അപ്പോൾ കൺസ്യൂമർ നമ്പർ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. നമുക്ക് കൺസ്യൂമർ നമ്പർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റെ മറ്റൊരു ഫോണിലാണ് കൺസ്യൂമർ നമ്പർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് എടുത്തു.
അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് റെഡിയാകും. അപ്പോൾ അവിടെ കൊടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 11 ആണ്, 55 ആണ്, പിന്നെ അതിൽ 47 ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 20 കൊടുക്കണം. ഓക്കെ, പിന്നെ 28 ആണ് പിന്നെ കൊടുക്കേണ്ടത്, പിന്നെ 221. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൺസ്യൂമർ നമ്പർ എന്ന് പറയുന്നത് 11554720252221 ആണ്. 25 അല്ല 28 ആണ്, അത് മാറിപ്പോകും, എല്ലാം പൈസ പോകും. ഓക്കെ, അപ്പോൾ 28 കൊടുക്കണം, ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 11554720282221. ഓക്കെ, അത് കറക്റ്റാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ കൺസ്യൂമർ നമ്പറിൻ്റെ ആൾ തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അവിടെ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ മുതലാളി എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ, കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ജോസഫ് ആൻഡി എന്നാണ് പേര്. ചെറിയ എമൗണ്ട് ഉള്ളൂ, എമൗണ്ട് 374 റുപ്പീസാണുള്ളത്. ബിൽ ഡേറ്റ് 2024 മന്ത്ലി 23 ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് കാണിച്ചത് എന്താണ്, UPI ആണ്. തൊട്ട് താഴെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്സ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ദെൻ അപ്ലൈ നോ വൗച്ചർ ഉണ്ട്. അതുപോലെ സെലക്ട് ക്യാഷ് ബാക്ക്, നമുക്ക് കൊടുക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് സർക്കിളിലാണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ എക്സ്ട്രാ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് യു വിൽ ഏൺ 396.41 GG കോയിൻസ് ഫോർ ദിസ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മളത് ബില്ല് എമൗണ്ട് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും 374 ബില്ല് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അവസാനം പേ നൗ കൊടുക്കുമ്പോൾ കാണുന്നത് 396.41 ആണ്. ഓക്കെ, അപ്പോൾ ചെറിയ എമൗണ്ട് കൂടി. എന്താണ് സംഭവം നോക്കാം. നമുക്ക് പറയാം ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയാം. നമ്മളിവിടെ ചിലവാക്കുന്ന ക്യാഷുകൾ നമ്മൾ യൂട്യൂബ് ബിൽ അടക്കുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സർവീസിൽ ചെയ്യുന്നു, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും എവരി മന്ത് നമ്മൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷാണ്. പക്ഷേ നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന ക്യാഷ് നമുക്ക് റിട്ടേൺ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഫ്യൂച്ചറിൽ കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കാൻ നേരത്ത് എന്ത് സംഭവിക്കുന്നു, ഇവിടെ 374 എന്നുള്ള പേയ്മെൻറ്റ് ബില്ലിൽ നിന്നും എന്താണ് പറഞ്ഞാൽ ഒരു 11 രൂപ 22 റുപ്പീസ് 41 പൈസ നമുക്ക് കൂടുതലാവുന്നു. ഓക്കെ, ഒന്ന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു യൂട്ടിലിറ്റീസ് ബില്ലുകളാണ്. ഇതൊരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡർ കമ്പനി എന്താ പറയുക പ്രൊവൈഡേഴ്സാണ്. അത് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ UPI അക്കൗണ്ടായിട്ടുള്ള ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. എല്ലാ UPI അക്കൗണ്ട് വഴിയും ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുമ്പോൾ കൺവിൻസ് ചാർജ് നമുക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യുന്നത്. അതായത് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനി നമുക്ക് ക്യാഷ് തരാനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്യാഷ് പേയ്മെൻറ്റ്, അതായത് ക്യാഷ് ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ വെൻഡേഴ്സുമാണ് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കുന്നതും കസ്റ്റമേഴ്സിന് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു റിട്ടേൺസ് കൊടുക്കുന്നതും ഓരോ വെൻഡർമാരുടെ സപ്പോർട്ട് ഉണ്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ഗവൺമെൻറ് സെക്ടേഴ്സാണ്. ടി ബില്ലായിക്കോട്ടെ വാട്ടർ ബില്ലായിക്കോട്ടെ ഇവരൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് കോൺട്രിബ്യൂഷൻ തരത്തില്ല. അപ്പം നമ്മൾ തന്നെയാണ്, നമ്മളുടെ കസ്റ്റമർ തന്നെയാണ് ഇതിൻ്റെ ഒരു ചാർജ് അടക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ കാണുന്നത് എമൗണ്ട് 396.41 റുപ്പീസായിട്ട് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 5.98 താഴെ കാണാൻ പേയ്മെൻറ്റ് സമ്മറിയിൽ നോക്കി കാണാൻ പറ്റും. കൺവിൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് 5.99%. ഫോർ എക്സാമ്പിൾ 374 × 5.99% അടിച്ചു കൊടുക്കണമെങ്കിൽ എത്ര വരും, 22.41 റുപ്പീസ് വരും. അത് കൂട്ടിയിട്ടാണ് 396 റുപ്പീസ് വരുന്നത്. അപ്പോൾ ഇത്ര എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമല്ലേന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പെട്രോൾ എക്സ്ട്രാ റിവാർഡ്സ് പറഞ്ഞിട്ട് യു വിൽ ഏൺ 396.41 GG കോയിൻസ് ഫോർ ദിസ് ഓർഡർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അങ്ങനെ തന്നെ ഫുൾ എമൗണ്ട് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ കമ്പനിയുടെ, അത് ഗ്ലോബൽ കണ്ടർ യൂണിവേഴ്സൽ ആപ്പ് എന്ന് പറയുന്ന ആപ്പിലേക്ക് ഒരു വാലറ്റ് ഉണ്ട്. നമ്മുടെ വാലറ്റിലേക്ക് GG കോയിൻസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റിട്ടേൺസ് വരുന്നതായിരിക്കും. ഇത് ക്രമേണ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം കൊടുത്തിട്ടുണ്ട് യൂസ് ഇറ്റ് ടു സേവ് ഓൺ യുവർ നെക്സ്റ്റ് ഓർഡർ. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യു വിൽ ഏൺ 22.41 പെട്രോൾ കോയിൻസ് ഓൺ ദിസ് ഓർഡർ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ കൺവിൻസ് ചാർജ് ആയിട്ട് പോകുന്ന എക്സ്ട്രാ പൈസ ഉണ്ട്. എക്സ്ട്രാ പൈസ 22.41 പൈസ ആണ് നമുക്ക് ഇതിൽ നിന്ന് പോകുന്നത്. പക്ഷേ ആ ക്യാഷും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല.
കാരണം നമുക്കൊരു പെട്രോൾ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്, നമുക്കൊരു പെട്രോൾ കാർഡൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പോയിന്റുകളായിട്ട് കയറുകയും അത് നമുക്ക് പെട്രോൾ പോയിന്റായിട്ട് കയറി നമുക്ക് പെട്രോൾ അടിക്കാനുള്ള സെഗ്മെൻറ്റിലേക്ക് ആഡാവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്തില്ല, ഈ ക്യാഷ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് 396.41 എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മുടെ പേ നൗവിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നു. അവിടെ കറങ്ങി വരുന്നു, പ്ലീസ് ഡു നോട്ട് പ്ലേസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇതിൽ തന്നെ നമ്മുടെ ഓപ്പൺ ദ GPay അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. ജസ്റ്റ് നൗ നമ്മൾ കൊടുക്കുന്നു. ജസ്റ്റ് കൊടുക്കുമ്പോഴേക്കും പേയ്മെൻറ്റിലേക്ക് പോകുന്നു. അതൊന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോയി 396.41 എന്ന് പറഞ്ഞു. അവിടെ സ്റ്റാർട്ടിങ് പേയ്മെൻറ്റ് വരുന്നുണ്ട്, ബാങ്ക് റെഡി ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ബാങ്ക് വന്നു. പേ 396.41 നമ്മുടെ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ പാസ്വേഡ് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, കൊടുക്കുന്നു. ബാങ്കിങ് പേയ്മെൻറ്റ് പോയി. ദെൻ പ്ലീസ് ഡു നോട്ട് പ്രസ് ബാക്ക് ബട്ടൺ. ഇത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ബാക്ക് ബട്ടൺ കൊടുക്കരുത്, ഇത് ഫുൾഫിൽ ആയിട്ട് മാറിയിട്ട് വേണം. അത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അപ്പോഴാണ് സക്സസ് ആയിട്ട് വരുന്നത്. ഇതിനിടയിൽ നമുക്ക് ബാക്ക് പോവുകയോ ഒന്നും നമ്മൾ ഇവിടെ ചെയ്യരുത്. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വായിച്ച് നോക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പേയ്മെൻറ്റ് പോകുന്ന സമയം ഓക്കെ ഫൈൻ, കുറച്ചേരം പറയാൻ ഓർത്താണ്, പക്ഷേ അത് അറിയാൻ സമ്മതിച്ചില്ല. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയ ശേഷം ഇത് എന്താണ് കണ്ടിന്യൂ ഷോപ്പിംഗ് വന്നിട്ടുണ്ട്. മൈ ഓർഡേഴ്സ്, നമുക്ക് മൈ ഓർഡേഴ്സ് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യാം. മൈ ഓർഡേഴ്സ് എന്താ ഇലക്ട്രിസിറ്റി ബില്ല് 374 അങ്ങനെ കാണിക്കത്തുള്ളൂ, പക്ഷേ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ 396 എന്താ. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺഗ്രാജുലേഷൻസ് വന്നു. ബിൽ പേയ്മെൻറ്റ് അടിച്ചതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻവോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻവോയ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. നേരെ നമ്മളുടെ ഇതിലേക്ക് വന്ന് നമ്മുടെ മറ്റേ എന്താ പറയുക പല ഇതുണ്ടാവുമല്ലോ. ഓക്കെ, കണ്ടിന്യൂ എടുക്കാം. ഓൾവേസ് കണ്ടിന്യൂ എടുക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവോയ്സ് ഇതാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഇൻവോയ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓപ്പണായിട്ട് വരുമെന്ന് അറിയാം. അപ്പോൾ അവിടെ ഇൻവോയ്സ് ഇന്ന് മാറിപ്പോയിട്ടുണ്ട്, ഇവിടെ വരുന്നതായിരിക്കും. എന്താ അപ്പോൾ ഇൻവോയ്സ് വന്നു. എന്താ നമ്മുടെ ബില്ലടച്ചതിൻ്റെ ഇൻവോയ്സ് നമുക്കതും കിട്ടിയിട്ടുണ്ടാവും. ഇത് ഒരു കസ്റ്റമർ അടിച്ചു നമുക്ക് കൊടുത്താൽ നമുക്ക് അവർക്ക് ഈ സാധനം എടുത്തവർക്ക് എന്ത് ചെയ്യുക അഴിച്ച് കൊടുക്കാമെന്നായിരിക്കും, കൊടുക്കാൻ സാധിക്കും. ബാക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബാക്ക് എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നത്. അപ്പോൾ ഇതുപോലെ താഴെ കാണിച്ചിട്ടുണ്ട് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ എടുക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ പല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. പഠിച്ചാലും തീരാത്ത ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ സർവീസുകളും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ബാക്ക് പോകണ്ട. നിങ്ങൾ ഇന്നലെ വരെയും ചിലവാക്കി ക്യാഷുകളൊന്നും നിങ്ങൾക്ക് ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചിലവുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് 100% ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും. അത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്തൊരു ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതൊരു ചെറിയൊരു കാര്യം മാത്രമാണ് ഞാൻ ഫസ്റ്റ് ചെയ്തേക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഒക്കെ നെക്സ്റ്റ് ടൈം അടുത്ത സമയം നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു സർവീസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കൂടി ഞാനവിടെ ഇൻട്രൊഡ്യൂസ് തരാം. അതുവരെയും ബൈ ബൈ.